നമ്മളെ കുഴയ്ക്കുന്നൊരു ചോദ്യമാണ്. അച്ഛനും അമ്മേനെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയും? കാരണം അല്ലെങ്കിൽ സ്നേഹത്തിന് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുന്നതിനും ഉത്തരമില്ല. കാരണം നമ്മുടെ നേച്ചറാണ് സ്നേഹം. അതുപോലെ തന്നെ മ്യൂസിക് എന്ന് പറയുന്നത് എത്രയോ ലക്ഷങ്ങളോളം വർഷങ്ങളോളം ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൽ ഡീപ്ലി എംബഡഡ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ് മ്യൂസിക്. മ്യൂസിക്കിന് ഡെഫിനിഷൻ ഇല്ല. അതൊരു എബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ്. അത് മനസ്സിലാക്കാനുള്ളൊരു എക്സ്പ്ലോറേഷനാണ് എല്ലാ മ്യൂസിഷ്യൻസും ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സിൻ്റെ ഒറിജിൻ തന്നെ മ്യൂസിക് കൊണ്ടാണ് എന്നെല്ലാവരും പറയുന്നു. ആ ആദി നാദം അല്ലെങ്കിൽ ലോഗോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കെയിം ദ വേർഡ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എ സെയിം തിങ്. അപ്പോൾ അത്ര ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആൻസർ ഇല്ല. കാരണം ദാറ്റ് ഈസ് വൺ വിത്ത് അസ്. അപ്പോൾ അത് നമ്മുടെ നേച്ചറാണ്. അപ്പോൾ അതിനെ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും അത് നമ്മളുമായിട്ട് ഒന്നാണ്. ഇൻസ്പിറേഷൻ ഒരുപാട് സ്ഥലത്തുനിന്നുണ്ട്. ഇപ്പോൾ ഇൻസ്പിറേഷന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആളെ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചതൊരു മ്യൂസിക്കൽ ഫാമിലിയിലാണ്. ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. എൻ്റെ അമ്മൂമ്മ കർണാട്ടിക് മ്യൂസിക് ടീച്ചറായിരുന്നു, വല്യമ്മ വീണ പ്രൊഫസറായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ അതിനോടൊരു റിഫൈൻഡ് മ്യൂസിക് കേൾക്കാനുള്ള ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടി. പലർക്കും അത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വെക്കേഷൻസിന് നാട്ടിൻപുറത്ത് അമ്മൂമ്മയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് കത്തിച്ച് വീണ വായിക്കുന്നൊരു കൾച്ചറാണ്. അപ്പോൾ നമ്മൾ കൂടെ ഇരിക്കും. അപ്പോൾ അന്ന് തൊട്ടേ സബ് കോൺഷ്യസ് മൈൻഡിൽ അതുണ്ട്, കേട്ട്. അപ്പോൾ നാച്ചുറലി ഈ ലോഫ്റ്റി മ്യൂസിക് കേട്ട് വളർന്നുകൊണ്ട് ഇൻസ്പിറേഷൻസ് ഒരുപാട് സ്ഥലത്തുനിന്നുണ്ട്. അമ്മൂമ്മയുടെ നിന്ന്, വല്യമ്മയുടെ നിന്ന്, എൻ്റെ അമ്മയുടെ നിന്ന്. പിന്നെ അന്ന് തൊട്ടേ നല്ല നല്ല മ്യൂസിക് കേൾക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ പല ആർട്ടിസ്റ്റുകൾ ആക്ച്വലി ഒരു അസോർട്ട്മെൻറ്റ് ഓഫ് കർണാട്ടിക് മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക്, ഓൾഡ് ഹിന്ദി ഫിലിം മ്യൂസിക്, ഇതിൻ്റെ എല്ലാം ഒരു അസോർട്ട്മെൻറ്റാണ് ചെറുപ്പത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇൻസ്പിറേഷൻസ് പല പല ഡയമെൻഷൻസിൽ നിന്നും പല പല ഏരിയാസിൽ നിന്നുമാണ്. എനിക്ക് ചെറുപ്പം തൊട്ടേ പാടാനുള്ള ടാലൻറ്റ് ഉണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടുകാരും ഐഡൻറ്റിഫൈ ചെയ്തു, എൻ്റെ സറൗണ്ടിങ്സിലുള്ളവർ ഐഡൻറ്റിഫൈ ചെയ്തു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വല്യമ്മ ഓരോ കൃതികളൊക്കെ വീണയിൽ പറഞ്ഞു തരുമ്പോൾ ഞാനത് എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യുമായിരുന്നു. അപ്പം വോക്കലി അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടാലൻറ്റ് ഉണ്ട് എന്നുള്ളത് എൻ്റെ അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ മനസ്സിലായി. അങ്ങനെയാണ് എന്നെ മ്യൂസിക് ട്രെയിനിങ്ങിന് ചെറുപ്പം തൊട്ടേ വിടുന്നത്. അപ്പോൾ ഇതേ ടാലൻറ്റ് എൻ്റെ ഗുരുക്കന്മാരും ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ മനസ്സിലായി വോക്കൽ മ്യൂസിക് എനിക്ക് ഈസിലി വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ വീണ, വയലിൻ ഞാൻ പഠിച്ചിട്ടില്ല. നാച്ചുറലി എൻ്റെ ഓറിയൻറ്റേഷൻ വോക്കൽ മ്യൂസിക്കിനോടായിരുന്നു. പിന്നെ പറഞ്ഞ മാതിരി നമ്മൾ സ്കൂൾസിൽ കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പം ഷൈൻ ചെയ്യുമായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയായി. പിന്നണി ഗാനരംഗത്തേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫിലിപ്പ് ഫ്രാൻസിസ് എന്നുള്ളൊരു വലിയ ഹിന്ദുസ്ഥാനി തബലിസ്റ്റാണ്. അദ്ദേഹം എൻ്റെ ഒരു മെൻറ്റോറും കൂടി ആയിരുന്നു. അദ്ദേഹം എനിക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാനായിട്ട് വലിയൊരു ഇൻസ്പിറേഷൻ എന്നെ അതൊക്കെ ഏർപ്പെടുത്തി തന്നതും അദ്ദേഹമാണ്. തൃശ്ശൂരിൻ്റെ സന്തതിയാണ്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പീക്കിൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. 40 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം രവീന്ദ്രൻ മാഷ് അരണ്യങ്ങളുടെ വീട് എന്നുള്ള സിനിമയിൽ അസിസ്റ്റ് ചെയ്തിരുന്നു ഓർക്കസ്ട്രേഷൻ. അപ്പോൾ അദ്ദേഹമാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ജസ്റ്റ് മീറ്റ് രവീന്ദ്രൻ മാഷ്. എന്നിട്ട് രവീന്ദ്രൻ മാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന അദ്ദേഹമാണ്. അപ്പോഴും പ്ലേ ബാക്കിൽ പാടണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടൊന്നുമല്ല പോയി പരിചയപ്പെടുന്നത്. അത് വളരെ യാദൃശ്ചികമായിട്ട് ഉണ്ടായതാണ്. ഇങ്ങനെ ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ മാഷ്ക്ക് ഒരുപാട് കൗതുകം തോന്നി. എന്നെ പാടിപ്പിച്ചു. മാഷിങ്ങനെ ഹാർമോണിയം വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പാടി കുറച്ചൊക്കെ ഇംപ്രവൈസ് ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെയാണ് പ്ലേ ബാക്ക് റെക്കോർഡ് ചെയ്യുന്നത്. ദീനദയാലു രാമ ജയ സീതാ വല്ലഭ രാമ. വളരെ പ്രതീക്ഷിക്കാതെ ഈ പാട്ട് കിട്ടി. ലോഹിതദാസ് സാറായിരുന്നു. ലോഹിതദാസ് സാറിൻ്റെ ഐഡിയ ആയിരുന്നു ആക്ച്വലി അതൊരു ഡുവറ്റ് ആക്കണം എന്നുള്ളത്. ഒറിജിനലി അത് മെയിൽ സോളോ എന്നാണ് വിചാരിച്ചിരുന്നത്. അതിലെ കഥാപാത്രം ലക്ഷ്മി ഗോപാലസ്വാമി ഒരു ബംഗാളി ക്യാരക്ടറാണ്. അപ്പോൾ എൻ്റെ വോയിസ് ഹിന്ദുസ്ഥാനി ഛായ ഉള്ളതുകൊണ്ട് ആ ക്യാരക്ടറിന് സൂട്ട് ചെയ്യും എന്ന് വിചാരിച്ച് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം കൂടി അങ്ങനെ ഒത്തുവന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ഇത് ദാസേട്ടൻ്റെ ഒപ്പമുള്ള ഡുവറ്റാണെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പൂനെയിൽ പഠിക്കാൻ പോയി. ഫിലിം ഓഡിയോ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ദാസേട്ടൻ്റെ ഒപ്പമുള്ള ഡുവറ്റാണെന്നുള്ളത്. അപ്പം നാച്ചുറലി ഭയങ്കര വണ്ടർ സ്ട്രക്കായിരുന്നു. പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നുള്ളൊരു ഡ്രീമൊന്നും ഇല്ലായിരുന്നെങ്കിലും
ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജീനിയസ് മ്യൂസിഷ്യൻസിൽ ഒരാളായ ദാസറിനൊപ്പം പാടാൻ പറ്റുക, പ്ലസ് ഇത്ര വലിയൊരു സിനിമയായ മമ്മൂട്ടി സാറിൻ്റെ സിനിമയിൽ പാടാൻ പറ്റുക, ഇതൊക്കെ പിന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് പിന്നെയാണ് അറിഞ്ഞത്. ഐ വാസ് വെരി വെരി താങ്ക്ഫുൾ ടു ഗോഡ്, വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. അപ്പോൾ അതൊക്കെ സംഭവിച്ചു, സന്തോഷം, അതൊരു ഈശ്വര സങ്കല്പം. രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകൾ കേട്ടിട്ടാണ് നമ്മളെല്ലാവരും വളർന്നിരിക്കുന്നത്. ഹിസൈനസ് അബ്ദുള്ളയുടെ പാട്ടുകളൊക്കെ ഒരു റേജായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചെറുപ്പം തൊട്ടേ ഒരുപാട് ആരാധനയോടുകൂടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഈ പൂനെയിൽ പോയിരുന്നു 3 വർഷം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇവിടെ കേരളത്തിൽ എന്താ നടക്കുന്നതെന്നുള്ളതോ. ആ സമയത്ത് എൻ്റെ ടോട്ടൽ ഫോക്കസ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലായിരുന്നു. ഞാനൊരു വെക്കേഷന് വന്നപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ മാഷെ നമ്മൾ വലിയൊരു മ്യൂസിഷ്യൻ എന്നുള്ള ലെവലിൽ പണ്ട് തൊട്ടേ കണ്ടിട്ടുണ്ട്. അപ്പം മാഷെ കാണുക, മാഷിൻ്റെ കാലുകളിൽ പോയി നമസ്കരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്നുള്ളൊന്നും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല.